രാമക്കൽമേട്ടിലെ അനേർട്ട് സ്ഥാപിച്ച സോളാർ പവർ പ്ലാന്റിൽ നിന്ന് ഒരു യൂണിറ്റ് വൈദ്യുതി പോലും ഉൽപ്പാദിപ്പിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കുന്ന വൈദ്യുതി വകുപ്പിന്റെ തെളിവുകൾ പുറത്ത്. നിലവിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുവാനുള്ള അനുമതി മാത്രമാണ് KSEB ലിമിറ്റഡിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. വാണിജ്യാടിസ്ഥാനത്തിൽ ഉൽപ്പാദനം ആരംഭിച്ചിട്ടില്ലെന്നും KSEB ലിമിറ്റഡുമായി പവർ പർച്ചേസ് കരാർ ആയിട്ടില്ലെന്നും വൈദ്യുതി വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി. MLA റോജി എം ജോൺ നിയമസഭയിൽ ചോദിച്ച ചോദ്യത്തിന് മറുപടിയായാണ് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി രാമക്കൽമേട് സോളാർ പവർ പ്ലാന്റിന്റെ നിലവിലെ സ്ഥിതി വ്യക്തമാക്കിയത്. 11,13,00,000 രൂപ പദ്ധതിക്കായി ചെലവഴിച്ചതായും 2018 മെയ് മാസം നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ച 4 വർഷത്തിന് ശേഷം 2022 ജൂൺ മാസത്തിൽ പദ്ധതി പൂർത്തിയാക്കിയതായും മന്ത്രി വ്യക്തമാക്കുന്നു. എന്നാൽ സോളാർ പവർ പ്ലാന്റ് പൂർണ്ണതോതിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നും പ്രതിദിനം എത്ര യൂണിറ്റ് വൈദ്യുതി ലഭിക്കുന്നുണ്ടെന്നുമുള്ള ചോദ്യത്തിനാണ് പ്ലാന്റിൽ നിന്നും ഒരു യൂണിറ്റ് വൈദ്യുതി പോലും KSEB ഉൽപ്പാദിപ്പിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നത്. നിലവിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുവാനുള്ള അനുമതിയാണ് KSEB ലിമിറ്റഡ് നൽകിയിട്ടുള്ളത്. ഇതിനാൽ തന്നെ വാണിജ്യ അടിസ്ഥാനത്തിൽ ഉൽപ്പാദനം ആരംഭിച്ചിട്ടില്ല. ഇനി അടുത്ത ചോദ്യം, പ്ലാന്റിൽ നിന്ന് ഇതുവരെ എത്ര യൂണിറ്റ് വൈദ്യുതി ആകെ ഉൽപ്പാദിപ്പിച്ചുവെന്നും വൈദ്യുതി നൽകിയ ഇനത്തിൽ KSEBയിൽ നിന്ന് എത്ര തുക അനേർട്ടിന് ഇതുവരെ ലഭിച്ചിട്ടുണ്ടെന്നും അറിയിക്കാമോ എന്ന്. ഇതിനുള്ള മറുപടിയിൽ KSEB ലിമിറ്റഡുമായി പവർ പർച്ചേസ് കരാർ തയ്യാറായിട്ടില്ലെന്നും ഇതിന്റെ നടപടികൾ നടന്നുവരുന്നുവെന്നും പരീക്ഷണാടിസ്ഥാനത്തിനുള്ള പ്രവർത്തനങ്ങൾക്ക് ശേഷമായിരിക്കും പൂർണ്ണ തോതിലുള്ള പ്രവർത്തനത്തിന് അനുമതി ലഭിക്കുകയെന്നും മന്ത്രി വ്യക്തമാക്കുന്നു. എന്നാൽ ഈ അനുമതി എന്ന് ലഭിക്കുമെന്ന് ഇനിയും വ്യക്തമല്ല. നിലവിൽ പ്ലാന്റിന്റെ പരിപാലന ചുമതല ഗവേഷണ വികസന നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായ സീഡാക്കിനും കെൽട്രോണിനുമാണെന്നും മന്ത്രി വ്യക്തമാക്കുന്നു. എന്നാൽ ഇവരുമായുള്ള കരാർ ഒപ്പുവെക്കുന്നത് അന്തിമഘട്ടത്തിലാണെന്നാണ് നിയമസഭയിൽ നൽകിയിട്ടുള്ള മറുപടി. ഇതിന് മേൽനോട്ടം വഹിക്കുവാൻ ഒരു സീനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റിനെ നിയമിക്കുവാനും തീരുമാനിച്ചിട്ടുള്ളതായി മറുപടിയിൽ വ്യക്തമാക്കുന്നു. ഏറെ കൊട്ടിഘോഷിച്ച പദ്ധതിയാണ് രാമക്കൽമേട്ടിലെ സോളാർ വൈദ്യുത പദ്ധതി. പക്ഷേ 4 വർഷമെടുത്ത് നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനം നടത്തിയെങ്കിലും ഇനിയും ഒരു യൂണിറ്റ് വൈദ്യുതി പോലും ഉൽപ്പാദിപ്പിക്കുവാൻ വൈദ്യുതി വകുപ്പിനായിട്ടില്ല എന്നുള്ളത് അതിശയോക്തി പകരുന്നതാണ്. നിലവിൽ പൂർത്തീകരിച്ച പദ്ധതിയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് ഇടുക്കി ജില്ലയിലടക്കം പുതിയ വൈദ്യുതി പദ്ധതികളുമായി വൈദ്യുതി വകുപ്പ് രംഗത്ത് വരുന്നത്. അനീഷ് പി എ, ഇടുക്കി വിഷൻ ന്യൂസ്. ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം. ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്.